ഹലോ, അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നമ്മുടെ എംബ്രോയ്ഡറി മെഷീനിൽ ത്രെഡിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെഷീൻ. ഇത് റാനുവിൻ്റെ ബ്രാൻഡാണ്. ഇതിന് ഞാനൊരു വാങ്ങിയപ്പം അറൗണ്ട് 12,000 ആണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് റേറ്റ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെഷീൻ. ഇനി സെക്കൻഡ് മെഷീൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് മെഷീൻ നമുക്ക് വരുന്നത് പൂനത്തിൻ്റെ ബ്രാൻഡാണ്. കണ്ടോ, ഈ ബ്രാൻഡാണ് ഇത്. പൂന എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഇതിന് നമുക്ക് 12,000 റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ത്രെഡിങ് നോക്കാം. ത്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയും ത്രെഡ് ഇട്ടിട്ട് എടുത്തിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെയാണ് ത്രെഡ് ഇട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കണമെങ്കിൽ നമ്മൾ ത്രെഡ് ഇതിൽ നിന്ന് ഇട്ടിട്ട് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ എടുത്തിട്ട് മെയിനായിട്ട് ഇതുപോലെ ത്രെഡ് ഇവിടെ ഇട്ടിട്ട് പിന്നെ ഇതിലൂടെ എടുത്തിട്ട് പിന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പോയിന്റിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ത്രെഡിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ്റെ ഓവറോൾ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ റാൻവിലാണെങ്കിലും പൂനത്തിലാണെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ത്രെഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെയാണ് ത്രെഡിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിലൂടെ ഇട്ട് അതിന് ശേഷം ഇതിലൂടെ ചുറ്റിച്ചെടുത്തു. ഇതിലൂടെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. അതിന് ശേഷം ഇവിടെ ഈ ഒരു പിന്ന് പോലെ സംഭവമുണ്ട്, അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? അത് ഇതിലൂടെ വന്നിട്ട് ഇതിലൂടെ എടുത്തിട്ട് ഈ പിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ കൊളുത്തിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇപ്പോൾ ഇതിലൂടെ വന്ന് അതിന് ശേഷം ഇതിലൂടെ റോൾ ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളിതിലൂടെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ ചെറിയൊരു ക്ലിപ്പ് പോലത്തെ ഒരു സംഭവം കണ്ടോ, അതിലൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലൂടെ നേരെ ഇങ്ങോട്ട് മുകളിലേക്ക്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ സംഭവം ഉണ്ടല്ലോ, ഇവിടെ ഒരു ഹോളുണ്ട്, 2 ഹോളുണ്ടാവും. അതിൽ താഴ്ഭാഗത്തെ ഹോളിലൂടെ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കണം. ഓക്കെ, താഴ്ഭാഗത്തെ ഹോളിലൂടെ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിലൂടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്കിവിടെ ഒരു ഹൂപ്പും കൂടെ കാണാം, അതിലൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരെ ഡയറക്റ്റായിട്ട് നെഡിലേക്ക്. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി മെഷീൻ്റെ നെഡിലിൻ്റെ പ്രത്യേകതയുണ്ട്, അത് ഞാനൊന്ന് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എംബ്രോയ്ഡറി മെഷീൻ്റെ പൊസിഷന്. കാരണം ഇത് ഞാനിപ്പോൾ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇതിൻ്റെ ഹോള് നമുക്ക് ഫ്രണ്ടിലോട്ടാണ് വരിക, സൈഡിലോട്ടല്ല. സാധാരണ മെഷീൻ പോലെയല്ല, ഫ്രണ്ടിലോട്ടാണ് ഇതിൻ്റെ ഹോൾ വരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിലോട്ടുള്ള ഈ ഹോളിൽ നമുക്ക് ഇതുപോലെ നെടിയിലിട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, കാണാം, ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വലിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ത്രെഡിങ് വരുന്നത്. ഓൺലൈൻ മെഷീൻ എംബ്രോയ്ഡറി കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യും.